നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനും അതിൻ്റെ പ്രോക്സികളുമൊക്കെ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സിറിയയിലും ലെബനനിലുമുള്ള ഹിസ്ബുള്ള നിലംപൊത്തി. അതുകൊണ്ട് തന്നെ ഇനി അധികം പിടിച്ചു നിൽക്കുക അസാധ്യമെന്ന് ഹമാസും തിരിച്ചറിയുന്നു. ഒടുവിൽ ഇസ്രായേലിൻ്റെ മുഴുവൻ നിബന്ധനകൾക്കും ഹമാസ് വഴങ്ങുന്ന കാഴ്ചയാണ് ലോകത്തിനു മുന്നിൽ. വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായി ഹമാസ് ചില വിട്ടുവീഴ്ചകൾക്കൊരുങ്ങുന്നു. വെടിനിർത്തലിനു ശേഷവും ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം അവർ അംഗീകരിച്ചിരിക്കുന്നു. അമേരിക്കൻ നിർദ്ദേശത്തെ തുടർന്ന് ഈജിപ്തും ഖത്തറുമാണ് മധ്യസ്ഥ ശ്രമങ്ങളുമായി കളത്തിലിറങ്ങിയത്. വെടിനിർത്തലിനു വേണ്ടി വ്യക്തമായ രൂപരേഖയാണ് അവർ തയ്യാറാക്കിയത്. US ഫ്രഞ്ച് സർക്കാരുകളുടെ മധ്യസ്ഥതയിൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ തന്നെയാണ് ഹമാസിനു മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയത്. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിനു പിന്നാലെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ ശക്തമാക്കി. അമേരിക്കയിൽ വരാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെക്കുറിച്ചുള്ള ഭയവും ഹമാസിന് ശക്തമാണ്. താൻ അധികാരത്തിലെത്തുന്നതിന് മുൻപ് ബന്ദികളെ മുഴുവൻ വിട്ടയക്കാൻ നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ മറുപടി രൂക്ഷമായിരിക്കുമെന്നും ട്രംപ് ഹമാസിനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഹമാസിനും ഇസ്രായേലിനുമിടയിൽ പലവട്ടം ചർച്ചകൾ നടത്തി. മധ്യസ്ഥ ശ്രമം വിജയിക്കുന്നുവെന്ന് ജോ ബൈഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനമാണ് ഇടയ്ക്ക് വെടിനിർത്തൽ ചർച്ചകൾ മുടങ്ങാനുള്ള കാരണം. ദീർഘകാലം ഇത് അംഗീകരിക്കാതിരുന്ന ഹമാസ് ഒടുവിൽ ഇത്തരമൊരു നിബന്ധനയ്ക്ക് മുന്നിൽ അംഗീകാരം നൽകിയിരിക്കുന്നു. വെടിനിർത്തൽ കരാർ പ്രകാരം വിട്ടയക്കുന്ന US പൗരന്മാർ ഉൾപ്പെടെയുള്ള ബന്ദികളുടെ പട്ടിക ഹമാസ് മധ്യസ്ഥന്മാർക്ക് കൈമാറി. ഗസയിലേക്കുള്ള 2 ഇടനാഴികളുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ സേനയ്ക്ക് കൈവശം വയ്ക്കാം എന്ന വ്യവസ്ഥയും ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു. ഗസയെ പ്രധാനമായും 2 ഭാഗങ്ങളായി വിഭജിക്കുന്ന മധ്യ ഗസയിലെ നെറ്റ്സാരിം ഇടനാഴി, തെക്ക് നിന്ന് വടക്കോട്ട് മടങ്ങുന്ന പലസ്തീനികളെ നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഫിലാഡൽഫി കോറിഡോർ എന്നിവയാണിവ. റഫയിലെ ഈജിപ്ത് ഗാസ അതിർത്തി ക്രോസിംഗിന്റെ നിയന്ത്രണം ഇസ്രായേൽ സൈനികർക്ക് തന്നെ വിട്ടു നൽകാം എന്ന് ഹമാസ് പൂർണ്ണമായി സമ്മതിച്ചിരിക്കുന്നു. ഈജിപ്ത് കൊണ്ടുവന്ന ഒരു വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ അമേരിക്കൻ അംഗീകാരത്തോടെ ഹമാസിന്റെ അനുമതിക്കായി നൽകിയിരിക്കുന്നത്. ഈ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിച്ചതിനെ തുടർന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു വെടിനിർത്തലിൽ എത്തിച്ചേരാമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ മെയ് മാസത്തിൽ ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന് സമാനമാണ് ഈ കരാറെങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട്. ജോ ബൈഡൻ പ്രഖ്യാപിച്ചതും ഇസ്രായേൽ അംഗീകരിച്ചതുമായ നിർദ്ദേശങ്ങളിൽ 3 ഘട്ടങ്ങളിലായി യുദ്ധം അവസാനിപ്പിക്കുമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ നിലവിലെ വെടിനിർത്തൽ കരാർ പ്രകാരം യുദ്ധം അവസാനിപ്പിക്കേണ്ടതില്ല. പകരം പലസ്തീൻ തടവുകാർക്ക് പകരം ബന്ദികളെ വിട്ടയക്കുന്ന 60 ദിവസത്തെ വെടിനിർത്തലിന് ഇത് അംഗീകാരം നൽകുന്നു. ഗാസ മുനമ്പിൽ നിന്ന് പൂർണ്ണമായി ഇസ്രായേൽ സൈനികർ മാറിയാൽ മാത്രമേ ഒരു വെടിനിർത്തൽ കരാറിന് തങ്ങളുള്ളൂ എന്ന് നേരത്തെ ഹമാസ് വ്യക്തമാക്കിയിരുന്നു. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ മാത്രമേ തങ്ങളുടെ കൈവശമുള്ള ബന്ദികളെ വിട്ടയക്കൂ എന്ന കടുത്ത നിബന്ധനയാണ് നേരത്തെ ഹമാസ് പറഞ്ഞിരുന്നത്. ഇത്തരമൊരു നിബന്ധനയ്ക്ക് പിന്നിൽ യഹ്യ സിൻവറിന്റെ കടുംപിടുത്തമായിരുന്നു എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. യഹ്യ സിൻവർ കൊല്ലപ്പെട്ടതോടെ ഹമാസ് വിഭാഗങ്ങളെ ക്രോഡീകരിക്കാൻ നേതൃത്വത്തിൽ ആരുമില്ല എന്ന സ്ഥിതിവിശേഷത്തിലെത്തി. നീണ്ട വെടിനിർത്തൽ ഹമാസിന് ഗാസയിൽ പൂർണ്ണതോതിലുള്ള ഒരു യുദ്ധം പുനരാരംഭിക്കുന്നതിന് തടസ്സങ്ങളുണ്ടാക്കും എന്ന് അറബ് മധ്യസ്ഥർ പറയുന്നു. കരാർ വ്യവസ്ഥകൾ പ്രകാരം ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരം വെടിനിർത്തൽ തന്നെയാണ് നിലവിൽ വരുന്നത്. എന്നാൽ എത്ര പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും രോഗികളും പ്രായമായവരും ഉൾപ്പെടെ മാനുഷിക വിഭാഗത്തിൽ നിന്നുള്ള ബന്ദികളെ ആദ്യം ഹമാസ് വിട്ടയക്കണം. ബന്ദികളുടെ ആദ്യ ബാച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മോചിപ്പിക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ് അറബ് മധ്യസ്ഥർ. ബന്ദികളുടെ മോചന കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധികൾ ഈജിപ്തിലെത്തി. ഇപ്പോൾ ചർച്ചകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് അമേരിക്ക വ്യക്തമാക്കി. സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയും ഇസ്രായേലും എന്ന കുറ്റപ്പെടുത്തലുമായി ഇക്കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമനേയി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഖമനേയിയെ തള്ളി ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ചീഫ് രംഗത്തെത്തി. സിറിയ എന്ന രാജ്യത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന പുതിയ യാഥാർത്ഥ്യങ്ങൾ ഇറാൻ ഉൾക്കൊള്ളണമെന്നാണ്
റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ചീഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പുതിയ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കണം. സിറിയയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കാൻ രാവും പകലുമൊക്കെ ശ്രമിച്ചിരുന്നു. എന്നാൽ സിറിയയുടെ യാഥാർത്ഥ്യങ്ങൾക്കൊപ്പം ജീവിക്കണം എന്ന സന്ദേശമാണ് ഇപ്പോൾ അസദ് ഭരണകൂടത്തിൻ്റെ വീഴ്ചയിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞങ്ങൾ അവരെ പരമാവധി നോക്കി. റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ചീഫ് ഹുസൈൻ സലാമി തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മാറണം. സ്തംഭനാവസ്ഥയിലും അതേ തന്ത്രങ്ങൾ പ്രയോഗിച്ച് നമുക്ക് നിരവധി ആഗോള പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. എല്ലാ ആഗോള പ്രശ്നങ്ങളും ഇറാന്റെ പ്രശ്നങ്ങളായി കാണാനും കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇറാൻ എന്നും അസദ് ഭരണകൂടത്തിന്റെ ശക്തമായ സഖ്യകക്ഷിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഒരു ചുഴലിക്കാറ്റ് പോലെ വിമതയാക്രമണം ദമാസ്കസിനെ കീഴടക്കി. സിറിയയുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഭരണം അവസാനിച്ചു. പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിൽ അസദിന്റെ പ്രവർത്തനങ്ങൾ വിസ്മരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് അയൽ രാജ്യമായ ലെബനനിലെ ടെഹ്റാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിൽ അസദ് വളരെ കാലമായി തന്ത്രപരമായ പങ്ക് വഹിച്ചിരുന്നു. ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടിൽ ഹിസ്ബുള്ള, ഹമാസ്, യമനിലെ ഹൂതി വിമതരൊക്കെ ശക്തമായ പ്രവർത്തനങ്ങൾ ചെയ്തുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചുരുക്കത്തിൽ ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടിനെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നു. സിറിയയിൽ നിൽക്കക്കള്ളിയില്ലാതെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇക്കഴിഞ്ഞ ദിവസം പിന്മാറിയത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്മാറ്റവും ഹമാസിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ബന്ദി കുടുംബങ്ങളുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ദീർഘനേരം കൂടിക്കാഴ്ചകൾ നടത്തി. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രയേലിൽ ഒരുക്കങ്ങൾ തുടങ്ങി എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബന്ദി വെടിനിർത്തൽ കരാറിന് ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന നിമിഷ നീക്കങ്ങൾ തുടങ്ങിയെന്ന വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ജെറുസലേമിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ട ചിത്രങ്ങളിൽ ഷിൻബെറ്റ് മേധാവി റോണൻ ബാറും മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയയുമായി അമേരിക്കൻ പ്രതിനിധി ചർച്ച ചെയ്യുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇസ്രയേലുമായുള്ള ചർച്ചകൾക്ക് ശേഷം സള്ളിവൻ ഖത്തറിലേക്കും ഈജിപ്തിലേക്കുമൊക്കെ യാത്ര ചെയ്യാനൊരുങ്ങുന്നു. IDF ആക്രമണങ്ങൾ ഇപ്പോഴും ഗസയിൽ ശക്തമായി തുടരുന്നുവെന്നാണ് പലസ്തീൻ അതോറിറ്റി പറയുന്നത്. ഗാസയിലെ ട്രക്കുകൾ സംരക്ഷിക്കുന്ന 12 ഗാർഡുകൾ ഇക്കഴിഞ്ഞ ദിവസം IDF ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. US പൗരന്മാർ ഉൾപ്പെടെ വിട്ടയക്കുന്ന ബന്ദികളുടെ പട്ടിക ഇതിനകം ഹമാസ് മധ്യസ്ഥർക്ക് കൈമാറി. ഈജിപ്ത് നിർദ്ദേശിച്ച ഈ പുതിയ പദ്ധതി ഇപ്പോൾ വിജയം കാണുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പരിണമിക്കുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടുത്ത വർഷം ജനുവരി 20 നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് ബന്ദികളെ വിട്ടയക്കുക തന്നെയാണ് ഹമാസിന്റെയും ലക്ഷ്യം. ലെബനനും സിറിയയും ദുർബലമായി നിൽക്കുന്ന അവസ്ഥയിൽ ഇനി ഇറാൻ പ്രോക്സികളുടെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് പിന്തുണ ലഭിക്കില്ല എന്ന് ഹമാസ് തിരിച്ചറിയുന്നു. തീരെ ദുർബലമായ നിലയിലാണ് ഇപ്പോൾ ഇറാനും. ഇറാനിൽ നിന്ന് ആയുധങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഗാസയിലേക്ക് എത്തിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഹമാസിന് മുന്നിലില്ല. ഗാസയുടെ അതിർത്തികൾ മാത്രമല്ല, പൂർണ്ണമായി ഗാസ പ്രദേശം ഇപ്പോൾ IDFന്റെ നിയന്ത്രണത്തിലാണ്. ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് ശക്തമായ റെയ്ഡുകൾ സംഘടിപ്പിക്കുകയാണ് മറുവശത്ത് ഇസ്രയേൽ സൈന്യം. പലസ്തീനിയൻ അതോറിറ്റിക്ക് ഇസ്രയേൽ കൈമാറുന്ന ഫണ്ട് ഓരോ വർഷവും അവർക്ക് കൃത്യമായി കൊടുത്തു വരുന്നു. എന്നാൽ ഒക്ടോബർ 7 ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഹമാസ് തടവുകാർക്കുള്ള നിയമപരമായ പ്രതിരോധ ഫീസ് ഇനി പലസ്തീനിയൻ അതോറിറ്റിക്ക് കൈമാറുന്ന ഫണ്ടിൽ നിന്ന് കുറയ്ക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഹമാസ് ഭീകരരുടെ നിയമ സംരക്ഷണത്തിന് ഇസ്രയേലികൾ എന്തിനാണ് പണം നൽകുന്നത് എന്ന് ഇസ്രയേൽ ഭരണകൂടം ചോദിക്കുന്നു. പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലകപ്പെട്ട ഹമാസ് ഇപ്പോൾ കീഴടങ്ങലിന്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥർ മുന്നോട്ട് വെച്ച എല്ലാ വ്യവസ്ഥകളും ഇപ്പോൾ ഹമാസ് അംഗീകരിക്കുന്നു. വെടിനിർത്തലും ബന്ദിമോചനവുമൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ എന്ന് അമേരിക്കയും പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.